ഗുഡ് മോർണിംഗ്. നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇനി അധികം ഒന്നും ചെയ്യേണ്ട, കാരണം ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഒന്നോ രണ്ടോ എണ്ണം കൂടെ ചെയ്യാം. ഇതൊന്നും നോക്കാവേ. റൈറ്റ് ദ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ്സ് വിച്ച് ഡിവൈഡ് ദ ലൈൻ ജോയിനിങ് A25 B710 ഇൻ ദ റേഷ്യോ 3:2. നമ്മൾ കോർഡിനേറ്റ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് ലൈൻ ജോയിനിങ് A25 B710 എന്ന് പറയുന്ന കോർഡിനേറ്റ്സ് ഉള്ളതിനെ 3:2 റേഷ്യോ ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോർഡിനേറ്റ്സ് എത്രയാണ് എന്ന് നമ്മൾ എഴുതണം. നമുക്കിവിടെ PXY ഡിവൈഡ് AX1Y1 BX2Y2 ഇൻ ദ റേഷ്യോ M:N അതായത് ഒരു ലൈനെ ഡിവൈഡ് ചെയ്യുകയാണ്. PXY എന്ന് പറയുന്ന പോയിന്റ് ആണ് ഈ ലൈനെ ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ ഏത് റേഷ്യോയില് M:N റേഷ്യോയില് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അന്നേരം എക്സും വൈയും കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണിത്. X is equal to x1 plus M/M plus N into x2 minus x1. Y is equal to y1 plus M/M plus N into x2 minus x1. ഓക്കെ, നമുക്ക് ഈ ഫോർമുല നിങ്ങൾ ഈ റേഷ്യോ ഉണ്ടെങ്കിൽ, റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ ഈ ഫോർമുലയാണ് വരുന്നത്. ഇത് കാണാതെ പഠിക്കുക കേട്ടോ, കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു റേഷ്യോയുടെ എന്തായാലും റേഷ്യോയുടെ ഒരു പ്രോബ്ലം വരും. അപ്പം നമ്മൾ ഇത് പഠിച്ചു വെക്കണം. X is equal to x1 plus M/M plus N into x2 minus x1. നമുക്ക് കൊടുത്ത് നോക്കാവേ. ലൈന് ഇതാണ്, നമ്മുടെ AB പോയിന്റ് ഉണ്ട്. ഇത് 2, 5, ഇത് 7, 10 ആണ്. അപ്പൊ ഇതായിരിക്കും x1, y1, x2, y2. നമ്മുടെ റേഷ്യോ ഇതാണ് M:N. അപ്പൊ M എത്രയായിരിക്കും? 3. N എത്രയായിരിക്കും? 2. ഓക്കെ, ഞാൻ ഇതെല്ലാം ഒന്ന് എഴുതിയിടുന്ന വെച്ചാൽ നിങ്ങൾ ഇതുപോലെ റഫായിട്ടൊന്ന് എഴുതിയിട്ടിട്ട് പ്രോബ്ലം ചെയ്യാൻ തുടങ്ങാവുള്ളൂ കേട്ടോ കുഞ്ഞെ. അപ്പൊ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് തെറ്റിപ്പോകും ചിലപ്പോൾ. ഓക്കെ, നമുക്ക് നോക്കാം. X is equal to x1 എത്രയാണ്? 2 പ്ലസ് നമ്മുടെ M ആ വേണ്ട. M എത്രയാ? 3 ബൈ ഇനി M പ്ലസ് N. M പ്ലസ് N എന്ന് പറഞ്ഞാൽ 3 പ്ലസ് 2. അപ്പൊ എത്ര വരും? 5 ഇൻറ്റു x2 എത്രയാണ്? 7 മൈനസ് x1 എത്രയാ? 2. ഓക്കെ, ഈസ് ഈക്വൽ ടു 2 പ്ലസ് 3 ബൈ 5. ഇനി 7 മൈനസ് 2 എത്രയാ? 5 അല്ലേ? ഇവിടെ ഈ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇൻറ്റു ആണ് അല്ലേ? ഇവിടെ നോക്കിയേ, ന്യൂമറേറ്ററിൽ 5, ഡിനോമിനേറ്ററിൽ 5, രണ്ടും കൂടെ എന്തായിപ്പോവും? ക്യാൻസൽ ആയി പോകും. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 2 പ്ലസ് 3 ഉള്ളൂ, ഈസ് ഈക്വൽ ടു 5. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് y ഒന്ന് കണ്ടുപിടിക്കാം. ഫോർമുല അവിടെ ഉണ്ടല്ലോ. therefore y is equal to y1. y1 എത്രയാണ്? 5 പ്ലസ് പിന്നെ ഏതാണ്? M/M plus N. സെയിം തന്നെയല്ലേ? അപ്പൊ എത്ര വരും? M 3, M plus N 3 plus 2 5 ഇൻറ്റു ബ്രാക്കറ്റിൽ എത്രയാണ്? x2 മൈനസ് x1. x2 എത്രയാ? 7. x1 എത്രയാ? 2 അല്ലേ? മുമ്പത്തെ പോലെ തന്നെ 5 പ്ലസ് 3 ബൈ 5 ഇൻറ്റു 7 മൈനസ് 2 എത്രയാ? 5. 5ഉം 5ഉം ഒരെണ്ണം ന്യൂമറേറ്റർ ഉണ്ട്, ഡിനോമിനേറ്റർ, അവർ തമ്മിൽ ക്യാൻസൽ ആകും. ബാക്കി 5 പ്ലസ് 3 ഇസ് ഈക്വൽ ടു 8. കിട്ടി, ഇത്രയേ ഉള്ളൂ. എത്രയാ വാല്യൂസ്? എക്സും വൈയും എത്രയാണ്? അപ്പൊ നമുക്ക് എടുത്തെഴുതാം. XY is equal to എത്രയാ? X എത്ര കിട്ടി? 5. Y എത്ര കിട്ടി? 8. നിങ്ങൾ എടുത്തെഴുതിയാൽ മതി അല്ലേ? 2 മാർക്കിൻ്റെ ആണെന്ന് തോന്നി ഈ ക്വസ്റ്റ്യൻ. അത്രയ്ക്കുള്ളതേ ഉള്ളൂ. പക്ഷേ ഈ ഫോർമുല ഉള്ളത് കൊണ്ട് ചിലപ്പോൾ 3 മാർക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് 3 മാർക്ക് കിട്ടി. ഫോർമുല ഓർത്തിരിക്കുക, വെറുതെ ഇതങ്ങോട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ അല്ലേ? ചെയ്യല്ലേ നിങ്ങൾ? എനിക്കറിയാം നിങ്ങൾ ചെയ്യും. ഓക്കെ, താങ്ക് യു.